CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയെ ഇഡി ഇന്ന് ചോദ്യം ചെയ്യും. രാവിലെ കൊച്ചി ഇഡി ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം. CMRLുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ വ്യക്തത വരുത്തുന്നതിനാണ് ചോദ്യം ചെയ്യൽ. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നുണ്ട്. ആന്റണി, എന്തായാലും ഇന്നാണ് വീണ ടി ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നത്. ചോദ്യങ്ങളൊക്കെ തയ്യാറാണ്. ഈ ഒരു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടായിരിക്കും ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യുക. ഈ ഒരു ചോദ്യങ്ങൾക്കൊക്കെ വീണ എങ്ങനെയായിരിക്കും മറുപടി പറയുക? എന്തൊക്കെയായിരിക്കും വിശദാംശങ്ങൾ? തീർച്ചയായും ഈ CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിലെ നിർണായകമായ ഒരു ചോദ്യം ചെയ്യലാണ് ഇന്ന് ED ഓഫീസിൽ നടക്കാൻ പോകുന്നത്. ഈ കേസിലെ പ്രധാനപ്പെട്ടയാളെന്ന് പറയുന്നത് ഈ എക്സാലോജിക്കിന്റെ MD ആയിട്ടുള്ള മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ കൂടിയായ വീണ ടി ആണ്. വീണ ടി ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകും എന്നുള്ളതാണ്. നേരത്തെ വെള്ളിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സമൻസ് നൽകിയിരുന്നെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അവർ പിന്മാറുകയാണ് ചെയ്തത്. ED അതിന് സാവകാശം നൽകുകയും ചെയ്തിരുന്നു. പിന്നീടാണ് ഇന്ന് ഹാജരാകാനുള്ള നോട്ടീസ് ED നൽകിയത്. ഏതായാലും ഇന്ന് EDക്ക് മുന്നിൽ വീണ ടി ഹാജരാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ചോദ്യം ചെയ്യലിൽ ED ഉദ്ദേശിക്കുന്നത് ഈ CMRLിൽ നിന്ന് ഈ കൈപ്പറ്റിയ എക്സാലോജിക്കിന് ലഭിച്ച 2.78 കോടി രൂപ അത് എന്തിനാണ് ലഭിച്ചത്, ആ പൈസ ഉപയോഗിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, അതുപയോഗിച്ച് സ്വത്തുക്കൾ സമ്പാദിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായി വ്യക്തത വരുത്തുക എന്നുള്ളതാണ് ED ഈ ചോദ്യം ചെയ്യലിലൂടെ ലക്ഷ്യമിടുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഈ 2.78 കോടി രൂപ അതിൽ 75 ലക്ഷം രൂപ വീണ ടിയുടെ അക്കൗണ്ടിലേക്ക് നേരിട്ടാണ് നൽകിയത്. ബാക്കി തുക നൽകിയിട്ടുള്ളത് ഈ എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലേക്കുമാണ്. അപ്പോൾ എന്തിനാണ് ഈ 75 ലക്ഷം രൂപ വീണയുടെ അക്കൗണ്ടിലേക്ക് നൽകിയത് എന്നുള്ളതാണ് ഒരു ചോദ്യമായി നിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ എക്സാലോജിക്കിന് CMRL എന്ത് സേവനമാണ് എക്സാലോജിക്ക് നൽകിയത്, ആ സേവനത്തിനാണോ പണം നൽകിയത് എന്നുള്ള കാര്യത്തിലടക്കം വ്യക്തത വരുത്തേണ്ടതുണ്ട്. നേരത്തെ SFIOയുടെയും അതുപോലെ തന്നെ ആദായ നികുതി വകുപ്പിന്റെ സെറ്റിൽമെന്റ് ബോർഡിന്റെയും കണ്ടെത്തലിൽ ഈ ഒരു സേവനവും നൽകാതെയാണ് ഇത്തരത്തിൽ CMRL എക്സാലോജിക്കിന് പണം നൽകിയത് എന്നുള്ളത് അവർ കണ്ടെത്തിയിരുന്നു. അതുകൂടി വ്യക്തത വരുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ EDയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഏതായാലും ഈ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾക്ക് ഒരു ചോദ്യാവലി തന്നെ വീണയ്ക്ക് വേണ്ടി ED നേരത്തെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളാണ്. ഈ 2.78 കോടി രൂപ എന്തിനാണ് നൽകിയത്, ആ പണം ഉപയോഗിച്ച് എന്ത് ആണ് ചെയ്തത്, ഏതെങ്കിലും തരത്തിൽ സ്വത്തുക്കൾ സമ്പാദിച്ചിട്ടുണ്ടോ, മാത്രമല്ല ഈ CMRLന്റെ മറ്റൊരു കമ്പനിയായ EPCIL എന്ന് പറയുന്ന ആ കമ്പനി ആ കമ്പനിയിൽ നിന്ന് ഈ എക്സാലോജിക്കിന് എന്തിനാണ് വായ്പ നൽകിയത് എന്നീ അടക്കമുള്ള ചോദ്യങ്ങളാണ് ഉള്ളത്. പ്രധാനമായും ഈ പണം എന്തിന്, ഈ 2.78 കോടി രൂപ എന്തിന് നൽകി, അതുകൊണ്ട് എന്ത് ചെയ്തു എന്നുള്ളതാണ്. നേരത്തെ EDയുടെ ഭാഗത്ത് നിന്ന് ഈ പണം ഉപയോഗിച്ച് ഏതെങ്കിലും തരത്തിൽ സ്വത്തുക്കളോ ഭൂമിയോ ഒക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മരവിപ്പിക്കുന്ന കണ്ടുകെട്ടുന്ന അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുമെന്നുള്ള സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ വിശദമായൊരു ചോദ്യം ചെയ്യൽ ഇന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ CMRL കമ്പനിയുടെ പ്രധാനപ്പെട്ട ആളുകളെ എല്ലാം തന്നെ ഇന്ന് ED ചോദ്യം ചെയ്തിരുന്നു. തിങ്കളാഴ്ച ഈ CMRL MD ആയിട്ടുള്ള ശശിധരൻ കർത്തയുടെ മകൾ ഷിബിയസ് കർത്തയെ ചോദ്യം ചെയ്തു. ഇന്നലെ മകൻ ശരണസ് കർത്ത, അതുപോലെ തന്നെ കമ്പനിയുടെ ഡയറക്ടറും ഈ ശശിധരൻ കർത്തയുടെ ഭാര്യയുമായ ജയ എസ് കർത്ത എന്നിവരെയും ED വിശദമായി തന്നെ ചോദ്യം ചെയ്തിരുന്നു. ഈ ചോദ്യം ചെയ്യലുകളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ കൂടി അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും വീണയെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഏതായാലും ഇവരുടെ മൊഴികളും വീണയുടെ മൊഴികളും ഒക്കെ ED വിശദമായി തന്നെ പരിശോധിച്ച് അത്തരത്തിൽ ഇവരുടെ കൂടി മൊഴികളുടെ അടിസ്ഥാനത്തിലുള്ള ചോദ്യം ചെയ്യലായിരിക്കും ED നടത്തുക എന്നുള്ളതാണ്. ഏതായാലും ഈ കേസിനെ സംബന്ധിച്ച ഏറ്റവും നിർണായകമായ ഒരു ദിവസം തന്നെയാണെന്നുള്ളത്. കൊച്ചിയിലെ ED ഓഫീസിൽ വലിയ സുരക്ഷയൊക്കെയാണ് ഒരുക്കിയിട്ടുള്ളത്. നമുക്കറിയാം ഈ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഈ കേസിൽ തുടരന്വേഷണത്തിന് അനുമതി നൽകിയതിന് പിന്നാലെ തന്നെ
വീണ ടിയുടെ വീടുകളിൽ വീണ താമസിക്കുന്നത് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ താമസിക്കുന്ന തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വീട്ടിലാണ്. ആ വീട്ടിൽ അടക്കം ED എത്തി ചോദ്യം റെയ്ഡ് മണിക്കൂറുകൾ നീണ്ട പരിശോധന നടത്തിയിരുന്നു. അന്ന് അവിടെ നിന്ന് വീണയുടെ ബാങ്ക് രേഖകൾ അടക്കം ED പിടിച്ചെടുക്കുകയും അത് വിശദമായി പരിശോധിക്കുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ കണ്ണൂരിലെ വീട്ടിലും ED പരിശോധന നടത്തിയിരുന്നു. അങ്ങനെ വിശദമായൊരു റെയ്ഡൊക്കെ നടത്തി അതിൽ നിന്ന് രേഖകൾ പിടിച്ചെടുത്ത് വീണയുടെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ ED പരിശോധിച്ചിട്ടുണ്ട്, വിദഗ്ധരെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ EDയുടെ പക്കലുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യലായിരിക്കും EDയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. ഏതായാലും ചോദ്യം ചെയ്യൽ മാത്രമായിരിക്കും ഇന്നുണ്ടാവുക, മറ്റു നടപടികളിലേക്കൊന്നും ED കടക്കില്ല. ഇനി വരും ദിവസങ്ങളിലും ഈ ചോദ്യം ചെയ്യൽ നടപടികൾ തുടരുന്നുണ്ട്. ഇന്ന് വീണയാണെങ്കിൽ ഇനി അടുത്ത ദിവസങ്ങളിൽ CMRലുമായി ബന്ധപ്പെട്ടുള്ള മറ്റുദ്യോഗസ്ഥരുണ്ട്. ശശിധരൻ കർത്ത ഇപ്പോഴും ഹാജരായിട്ടില്ല. അദ്ദേഹം ചില ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഹാജരാകുന്നതിൽ നിന്ന് ഒരു സാവകാശം തേടി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ CMRലിന്റെ മറ്റു ഉദ്യോഗസ്ഥരുണ്ട്, ഉയർന്ന ഉദ്യോഗസ്ഥരുണ്ട്. അവരെ അടക്കം ED വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യുകയും ചെയ്യും. അതിനുശേഷം ഈ ചോദ്യം ചെയ്യലുകളുടെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികളിലേക്ക് ED കടക്കുക. ശരി, വ്യക്തമാണ്. എന്തായാലും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടി ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകുകയാണ്. രാവിലെ കൊച്ചി ED ഓഫീസിൽ ഹാജരാകാനൊക്കെയാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു CMRലുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക ഇടപാടുകളിലൊക്കെ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് EDയുടെ മുന്നിൽ ചോദ്യം ചെയ്യലിൽ ഹാജരാകുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ആന്റണി ജോർജാണ്.